അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആ പരീക്ഷണങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് പല ആളുകൾക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനേകം സൃഷ്ടിജാലങ്ങളിൽ ഒരു സൃഷ്ടി മാത്രമാണ്. ഒരുപാട് സൃഷ്ടികൾ അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന് ഏതെങ്കിലും രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ അസ്വസ്ഥനാവുന്ന, ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. എന്നാൽ പ്രപഞ്ചത്തിൽ മനുഷ്യന് വേണ്ടി ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു തീരുമാനിച്ചതിൻ്റെ പിന്നിൽ വലിയ നന്മകൾ ഉണ്ട് എന്ന് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണം എന്നുള്ളത് അള്ളാഹു ഒരു വ്യക്തിയെ വെറുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല. നമ്മെ മാനസികമായി അള്ളാഹു തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതായത് ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വലിയ പരീക്ഷണങ്ങൾ ആ വ്യക്തിക്ക് നൽകപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസി ഓരോ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല ഒരു സന്താനത്തെ നൽകി ആ സന്താനത്തെ അള്ളാഹു പിൻവലിച്ചു, മരണപ്പെടുത്തി, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗം നൽകി, അല്ലെങ്കിൽ കച്ചവടങ്ങളിലോ സമ്പത്തിലോ വലിയ പരീക്ഷണങ്ങൾ നൽകി. ഇതൊക്കെ നൽകപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് തോന്നുകയാണ് ഇയാള് ഇത്തരം പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്നത് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റുകൾ കൊണ്ടാണ്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചത് കൊണ്ടും പരീക്ഷണങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ പരീക്ഷണങ്ങൾ നൽകിയിരിക്കുന്നത് ആ വ്യക്തിയോടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹു അദ്ദേഹത്തെ പ്രാപ്തമാക്കുകയാണ്, സ്വർഗത്തിന് വേണ്ടി ഒരുക്കുകയാണ്. ആ പരീക്ഷണ ഘട്ടത്തിൽ ക്ഷമ അവലംബിക്കുന്നുണ്ടോ, അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ, ഇതാണ് അള്ളാഹു പരീക്ഷണത്തിൽ കൂടി ഉദ്ദേശിക്കുന്ന കാര്യം. പല ആളുകളും അസ്വസ്ഥമാവുകയും പരീക്ഷണത്തിൽ തകർന്നു പോവുകയും പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു ഈ ഒരു പരീക്ഷണത്തിൽ കൂടി നടത്തിയിട്ടുള്ള നന്മ എന്ത് എന്ന് അന്വേഷണം നടത്തി ക്ഷമ അവലംബിക്കാനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്.